നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഗൈഡൻസ് മലയാളത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് MIയുടെ ഭാഗത്തു നിന്നുമുള്ള മികച്ച ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഉള്ള ഫോണിന്റെ വിശേഷമാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. ഷവോമിയുടെ ഭാഗത്തു നിന്നുമുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവൽ മൊബൈലാണ് MI 11X. മികച്ച ഒരു പ്രീമിയം ലുക്കിലാണ് ഈ ഫോൺ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തു നിന്നുമാണെങ്കിൽ 6.67 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ 120 നിറ്റ്സ് റിഫ്രഷ് റേറ്റും വന്നിരിക്കുന്നു. ഇതിന്റെ ടച്ച് സാമ്പിളിംഗ് വന്നിരിക്കുന്നത് 360 ആണ്. ക്യാമറയുടെ ഭാഗത്തു നിന്നുമാണെങ്കിൽ 3 ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 48 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 8 മെഗാപിക്സൽ വൈഡ്, 5 മെഗാപിക്സൽ മാക്രോ എന്നീ 3 ക്യാമറയാണ് പിൻഭാഗത്ത് നൽകിയിട്ടുള്ളത്. മുൻഭാഗത്ത് കാണാൻ പറ്റുന്നത് സെൽഫിയുടെ ഭാഗത്തു നിന്നും 20 മെഗാപിക്സൽ ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിരിക്കുന്നത് Android 11 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊസസ്സർ വന്നിരിക്കുന്നത് Snapdragon 870 എന്ന മികച്ച ഫ്ലാഗ്ഷിപ്പ് ലെവൽ 5G ചിപ്സെറ്റ് ആണ്. LPDDR5X റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ UFX 3.1 സ്റ്റോറേജ് ആണ് വന്നിരിക്കുന്നത്. ഇത് 2 വേരിയന്റിൽ ലഭ്യമാണ്. 6GB RAM 128GB ROM, അതുപോലെ തന്നെ 8GB RAM 128GB ROM. ഫോണിന്റെ വലതുവശം നോക്കിയാൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിട്ടുള്ളത്. ഇടതുവശം നോക്കിയാൽ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഫോണിന്റെ താഴെയാണെങ്കിൽ സിം ട്രേ, അതുപോലെ തന്നെ Type-C ചാർജർ പോർട്ട്, മൈക്ക്, സ്പീക്കറിൽ കാണാൻ പറ്റും. മുകളിലും സെയിം സ്പീക്കറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സിം വന്നിരിക്കുന്നത് 5G സിമ്മാണ്. പക്ഷേ അഡീഷണൽ ആയിട്ട് മെമ്മറി കാർഡ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കറ്റ് വന്നിട്ടില്ല. പകരം ഓഡിയോ അഡാപ്റ്റർ ഫോണിന്റെ ബോക്സിൽ തന്നെ വന്നിട്ടുണ്ട്. ഫോണിന്റെ ഹെഡ് സാർ വാല്യൂ വന്നിരിക്കുന്നത് 0.86ഉം അതുപോലെ തന്നെ ബോഡി സാർ വാല്യൂ വന്നിരിക്കുന്നത് 0.694ഉമാണ്. ഈ മൊബൈൽ 5G ഫോൺ ആയതിനാൽ ഇതിന്റെ 2 ബാൻഡുകളാണ് വന്നിരിക്കുന്നത്. 5Gയുടെ N77 അതുപോലെ തന്നെ N78. ബ്ലൂടൂത്ത് വേർഷൻ 5.1, ഡ്യുവൽ സ്പീക്കർ ഡോൾബി അറ്റ്മോസ്ഫിയർ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ Wi-Fi 6, Wi-Fi കോളിംഗ് സംവിധാനം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബാറ്ററിയുടെ സൈഡിൽ നിന്നുമാണെങ്കിൽ 4520 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതിനായി ചാർജ് ചെയ്യാനായി 33 വാട്ട് ഫാസ്റ്റ് ചാർജ് തന്നിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 196 ഗ്രാമാണ്. ഈ ഫോണിന്റെ വില വന്നിരിക്കുന്നത് 29,999 രൂപ മാത്രം. ഈ ഫോൺ നമുക്ക് ആമസോണിൽ നിന്ന് ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഞാൻ ചൂടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.